പ്രവാചകനായ മീക തന്റെ ശുശ്രൂഷയുടെ നടുവിൽ വേദനയോടുകൂടെ ഈ വാക്കുകൾ പറയപ്പെടുകയാണ്. എനിക്ക് കഷ്ടവും ബലഹീനതയും വന്ന് ഭവിച്ചിരിക്കുകയാണ്. എന്റെ സഹോദരങ്ങൾ എന്നെ വളരെയധികം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബലഹീനതയുടെ നടുവിൽ ഭാരത്തോട് കണ്ണുനീരോടും കൂടെ ആയിരിക്കുന്നു. എങ്കിലും മീകാ പ്രവാചകൻ പറയുന്നത്, എനിക്ക് അയ്യോ കഷ്ടം. സമൂഹത്തിന്റെ നടുവിൽ മീക വിലപിക്കുന്നത് കണ്ടിട്ട് അവൻ ഇങ്ങനെ പറയുന്നു, എന്നെ ബലഹീനപ്പെടുത്തുന്നവർ മാത്രമാണ് ഈ ഭൂമിയിൽ ഉള്ളത്. ഈ ഭൂമിയിൽ എല്ലാവരും തന്നിഷ്ടക്കാരായും സ്വസ്നേഹികളായും തന്റെ ജീവിതം പ്രബലമായി അനുഗ്രഹമായി തീരണമെന്ന് ചിന്തിച്ചുകൊണ്ട് ആരെ വേദനിപ്പിക്കുവാനും ആരെ ചതിക്കുവാനും ആരെ കുറ്റപ്പെടുത്തുവാനും ആരെ വേണമെങ്കിലും പരിഹസിക്കുവാനുമായി ഒരുക്കപ്പെട്ടിരിക്കുന്നതായ ഒരു കൂട്ടം ജനതയെ ഓർത്ത് മീക പ്രവാചകൻ പറയുന്നു, ഇങ്ങനെയുള്ളവർക്ക് അയ്യോ കഷ്ടം തന്നെയാണ്. ഭക്തിമാന്മാരുണ്ടോ എന്ന് ഞാൻ നോക്കുന്നു, നീതിമാന്മാരുണ്ടോ എന്ന് ഞാൻ നോക്കുന്നു, ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവ സ്നേഹത്തിൽ വസിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ നോക്കുന്നു. പക്ഷേ ഭക്തിമാന്മാർ നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവ സ്നേഹമുള്ളവരും സ്വസ്നേഹികളായി തീർന്നിരിക്കുന്നു. അവൻ തനിക്കും തന്റെ കുടുംബത്തിനു വേണ്ടി ആരെ ദ്രോഹിക്കുവാനും ആരെ ബലഹീനപ്പെടുത്തുവാനും ആരെ വേണമെങ്കിലും കണ്ണുനീരിലാക്കുവാനും ആമേൻ സന്തോഷത്തോടുകൂടി സ്നേഹം നടിച്ചുകൊണ്ട് ഓരോരുത്തന്റെയും അടുക്കൽ ചെന്നിട്ട് അവനെ അപകരിച്ച് തനിക്കുള്ളതിനെയും ആമേൻ മറ്റുള്ളവന്റേതും എന്റേതായി തീരണമെന്ന ആഗ്രഹത്തോടുകൂടെയാണ് ഇന്ന് പലപ്പോഴും മനുഷ്യനെ സ്നേഹിക്കുന്നത്. പ്രവാചകനായിരിക്കുന്ന മീക പറയുകയാണ്, ആമേൻ കുടുംബത്തിൽ എനിക്ക് സ്നേഹമില്ല. എന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ നാളുകൾ മുഴുവനും കണ്ണുനീരുകളിലാണ്. നമുക്ക് ചുറ്റും പ്രബലന്മാരായ ആമേൻ ശക്തിയുള്ളതായ വ്യക്തികളാണ് എനിക്ക് ചുറ്റും ഇരിക്കുന്നത്. എന്റെ ചുറ്റും ഇരിക്കുന്നതായ വ്യക്തികൾ എങ്ങനെ ഉള്ളവരാണ്? പലപ്പോഴും ഇന്ന് മനുഷ്യനെ സ്നേഹിക്കുന്നതിന് അവന്റെ കയ്യിലിരിക്കുന്നതിന് എന്റെ കയ്യിലെടുക്കണം. ഇതാ പലപ്പോഴും ഇന്ന് മനുഷ്യന്റെ ഒറ്റ ചിന്ത. ഹല്ലേലൂയ. ദൈവം പ്രവാചകനായ മീകയിലൂടെ പറയുന്നു, അങ്ങനെയുള്ളവന്റെ ജീവിതത്തിൽ കഷ്ടതകൾ മാറുകയില്ല. അവനെല്ലാം സ്വീകരിച്ചെടുക്കും. പക്ഷേ സ്വന്തം സഹോദരനെ സ്നേഹിപ്പാനോ സ്വന്തം സഹോദരനെ ആമേൻ പുലർത്തുവാനോ സ്വന്തം സഹോദരൻ നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ട അവനെ കരം പിടിച്ച അവനെ മുൻപോട്ട് കൊണ്ടുവരുവാനോ ആർക്കും കഴിയത്തില്ല. ആമേൻ. ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നു എങ്കിൽ ദൈവം നിങ്ങളിൽ നൽകിയതായ സ്നേഹത്തെ അവനില് നീ നൽകി കൊടുക്കുക. ആമേൻ. ഒരു സഹോദരന്റെ അടുക്കൽ എത്ര സമയം ഇരിക്കും? നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മുടെ ഉറ്റവരും ഉടയവരും എത്ര സമയം നമ്മുടെ അടുക്കലിരിക്കും? നമ്മുടെ ഉറ്റവരും ഉടയവരും എന്റെ മനസ്സിനെ മനസ്സിലാക്കിയിട്ട് ആശ്വാസവാക്കുകൾ പറയുന്ന എത്ര പേരുണ്ട്? എന്റെ അടുക്കൽ കടന്നു വരുന്ന സകലരും എന്നെ മനസ്സിലാക്കി എന്നെ വഞ്ചിക്കുവാൻ
എന്റെ അടുക്കൽ കടന്നു വരുന്നവൻ പോലും മുഖസ്തുതികൾ പറഞ്ഞ് എന്റെ മനസ്സിനെ അവൻ സ്വീകരിച്ചിട്ട എനിക്കുള്ളതിനെ അവൻ അപകരിച്ചു കൊണ്ടുപോകുകയാണ്. ബുദ്ധിപൂർവം ചിന്തിക്കുന്നതായ വ്യക്തികൾ. ആമേൻ. ഇന്ന് നമ്മൾ എവിടെ നോക്കിയാലും ശരി, വസ്തുവിനും വകകൾക്കും സമ്പത്തിനു വേണ്ടി ആര് വേണമെങ്കിലും ചതിക്കാൻ മടിയില്ലാത്ത ഒരു കൂട്ടം ജനം, ആര് വേണമെങ്കിലും ആമേൻ വേദനിപ്പിക്കുവാൻ മടിയില്ലാത്ത ഒരു കൂട്ടം ജനം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഹല്ലേലൂയ. ദൈവ സ്നേഹമോ അവനിലൂടെ സമൃദ്ധിയായി നൽകുന്ന സമാധാനമത്രേ. ഹല്ലേലൂയ. അതിന്റെ ആമേൻ 4-ാമത്തെ വാക്യം മുതൽ ആമേൻ 5-ാമത്തെ വാക്യവും ഇങ്ങനെ വായിക്കുന്നു. കൂട്ടുകാരനെ വിശ്വസിക്കരുത്, സ്നേഹിതനിൽ ആശ്രയിക്കരുത്, നിന്റെ മാർവിടത്തിൽ ശയിക്കുന്നവളോട് പറയത്തക്കവണ്ണം നിന്റെ വായുടെ കതക് കാത്തു കൊള്ളുക. മകൻ അപ്പനെ നിന്ദിക്കുന്നു, മകൾ അമ്മയോടും മരുമക്കൾ അമ്മാവി അമ്മയോടും എതിർത്തു നിൽക്കും. മനുഷ്യന്റെ ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെ. ഇത് മനുഷ്യനെപ്പോഴും കൂട്ടുകാരിൽ ആശ്രയം വച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കൂട്ടുകാർ ഒരുമിച്ച് പല സ്ഥലങ്ങളിലും കടന്നു ചെല്ലുന്നു, ആപത്തുകളുള്ള സ്ഥലങ്ങളിൽ കടന്നു ചെല്ലുന്നു. ഒരുവന്റെ ജീവൻ പോയാലും ശരി തന്നെ അവനെ അവിടെ ഉപേക്ഷിച്ച് കടന്നു പോകുന്ന കൂട്ടുകാർ, കൂട്ടിക്കൊണ്ടുപോകുന്നതായ ഒരുമിച്ചിരുന്ന മദ്യവും ലഹരികളും കൊടുത്തിട്ട അവന്റെ പേര് നിന്നയാക്കുന്നതായ സുഹൃത്തുക്കൾ. കൂട്ടുകാരനിൽ നീ വിശ്വസിക്കരുത്, അവൻ നിന്നെ ചതിക്കും. കൂട്ടുകാരൻ നിന്നെ ദുഷിക്കും. കൂട്ടുകാരൻ നിന്റെ ജീവിതത്തിൽ എല്ലാവരും നീ ചിന്തിക്കരുത്. ആ കൂട്ടുകാരനോ നിന്നെ വേദനയിൽ മാത്രമേ താഴ്ത്തുകയുള്ളൂ. വീണ്ടും പറയുന്നത്, സ്നേഹിതനിൽ ആശ്രയിക്കരുത്. നമ്മൾ പറയും, ഉറ്റ സ്നേഹിതനാണ് എന്റെ ഈ സുഹൃത്ത്. ഞാൻ ഉറ്റ സ്നേഹിതൻ എന്ന് പറയുന്ന എന്റെ സുഹൃത്ത് ഒരു നാൾ എനിക്കുള്ളത് മുഴുവനും അപകരിച്ച് എന്റെ ജീവിതത്തെയും നശിപ്പിച്ച് എന്റെ മനസ്സമാധാനത്തെയും നശിപ്പിച്ചിട്ട ഉറ്റ സ്നേഹിതൻ എന്ന് പറയുന്ന കൂട്ടുകാരും നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകും. നിന്റെ മാർവിടത്തിൽ ശയിക്കുന്നവളോട് പറയത്തക്കവണ്ണം നിന്റെ വായുടെ കതക് നീ കാത്തുകൊള്ളണം. നിന്റെ മാറിടത്തിൽ ശയിക്കുന്നതായ നിന്റെ ഭാര്യ പലപ്പോഴും സ്നേഹത്തോടുകൂടെ നിന്റെ മാറിൽ ചാരിയിരുന്ന് നിന്റെ ഉള്ളത്തിലേതായ സകലതിനെയും ചോദിച്ചു മനസ്സിലാക്കിയിട്ട് നിനക്കെതിരായി സംസാരിപ്പാനും നിനക്കെതിരായി പറയുവാനും നിന്നെ ദൂഷിപ്പാനും ഇടയായി തീരാതിരിക്കേണ്ടതിനാണ് നിന്റെ ഭാര്യയോടുകൂടെ പറയത്തക്കവണ്ണമുള്ള കാര്യങ്ങൾ മാത്രമേ നീ പറയാവൂ. അല്ല എങ്കിൽ നിന്റെ ഉള്ളത്തിൽ അത് നീ സൂക്ഷിച്ചു വയ്ക്കണം. നമ്മൾ പറയും, എന്റെ ഭാര്യ സ്നേഹവതിയായ ഭാര്യ. ചില ഭർത്താക്കന്മാർ അവന്റെ ഉള്ളത്തുള്ളതെല്ലാം തുറന്നു പറയും. എല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം എന്തിനാ ഭാര്യ നിന്റെ മാറിടത്തിൽ ശയിച്ചത്, സ്നേഹത്തോടുകൂടെ നിന്റെ തലോടിയത്, നിന്റെ ഉള്ളത്തിലെ ആമേൻ കാര്യങ്ങൾ തിരിച്ചറിയുവാൻ. ബുദ്ധിശൂന്യനായിരിക്കുന്ന പുരുഷൻ അവന്റെ ഉള്ളത്തെ തുറന്നു കാണിക്കും. വിശ്വസ്തതയുള്ള ഭാര്യയല്ലയോ ആമേൻ എന്ന് പറഞ്ഞ് തുറന്നു കാണിക്കുമ്പോൾ ആമേൻ പിന്നത്തേതിൽ ഉള്ളത്തിൽ തന്നെ അതിനെ വച്ചുകൊണ്ട് തന്റെ പുരുഷനോടുകൂടെ ആമേൻ ഓരോ വാക്കുകളും ഊന്നി ഊന്നി പറഞ്ഞ അവന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം നിന്റെ ഭാര്യയുടെ മുൻപിൽ നിന്റെ വായുടെ കതകിനെ നീ സൂക്ഷിച്ചുകൊള്ളണം. അല്ല എങ്കിൽ നിന്റെ ഭാര്യ നിനക്ക് വലിയ വേദനയുണ്ടാക്കി തീർക്കും. ആമേൻ.
വിശുദ്ധ ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ വിവാഹം എന്ന കൂദാശയിലൂടെ മനുഷ്യൻ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെ എല്ലാം വിട്ടുപിരിഞ്ഞ ഭാര്യയോടുകൂടെ ചേരും. അവർ ഒരു ദേഹമായി തീരും. ആമേൻ. അവർ ഇനി രണ്ടല്ല ഒന്നത്രേ എന്ന്. എന്നാൽ മിക്കതായ ഭവനത്തിനകത്തും ഭർത്താവിനും ഭാര്യയ്ക്കും എന്റെ ശരീരമാണെന്ന് ഉൾക്കൊള്ളുവാൻ കഴിയാതെ ആമേൻ സമയത്തിന് ഭക്ഷണം കൊടുക്കത്തില്ല ഭാര്യയ്ക്ക്. സ്വന്തം ശരീരമെന്ന് നോക്കാതെ ശരീരത്തിൽ മർദ്ദനങ്ങൾ കൊടുക്കുന്നവരുണ്ട്. സ്വന്തം ഭാര്യയെന്ന് നോക്കാതെ ആമേൻ യഥേഷ്ടം നൽകേണ്ടതായ സമാധാനവും സന്തോഷവും കൊടുക്കുന്നില്ല. എന്തുകൊണ്ട്? മനുഷ്യൻ സ്വസ്നേഹിയായി തീർന്നു കഴിയുമ്പോൾ തന്റെ ഭാര്യയെ അവന് സ്നേഹിപ്പാൻ കഴിഞ്ഞില്ല എങ്കിൽ അവൻ അവളെ ദേഹ ഉപദ്രവം മർദ്ദനങ്ങൾ നൽകും. മദ്യവും മയക്കുമരുന്നുകളും അവന്റെ ജീവിതത്തിൽ ശീലമായി തീരും. അവന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാക്കേണ്ടതായ ഭാര്യ സ്നേഹത്തോടുകൂടെ ഭർത്താവിനോടുകൂടെ ഇടപെട്ടിട്ട തന്നിലെ കുറവുകളെ മനസ്സിലാക്കിയിട്ട കുറ്റപ്പെടുത്തുവാൻ തുടങ്ങുമ്പോൾ, പരിഹസിക്കുവാൻ തുടങ്ങുമ്പോൾ ആമേൻ ഭർത്താവിന് ഭാര്യയിൽ നിന്നും ഒരകൽച്ചയുണ്ടാകുന്നു. ഭാര്യ പറയും, എന്നെ അവൻ സ്നേഹിക്കുന്നില്ല. ആമേൻ. ജീവിത അവസാനം വരെ സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് ജീവിക്കേണ്ട ഭാര്യയും ഭർത്താവും ഭർത്താവിന്റെ കുറ്റങ്ങൾ, കുറവുകൾ ഭാര്യയുടെ വീട്ടുകാരോടുകൂടെ അറിയിക്കും. ഭാര്യയുടെ വീട്ടുകാരികൾ ആമേൻ പുരുഷനെ ഏൽപ്പിക്കപ്പെട്ട സ്ത്രീ അവനോടുകൂടെ വസിക്കണമെന്ന് അവളെ പഠിപ്പിക്കാതെ പുരുഷന് എതിരായി മകളോടുകൂടെ ചേർന്ന് അവനെ ഉപദ്രവിക്കുവാൻ തുടങ്ങും. അവന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുവാൻ തുടങ്ങും. അല്ലയോ ദൈവ മക്കളെ, നിന്റെ സ്നേഹിതനിൽ നീ വിശ്വസിക്കരുത്. നിന്റെ കൂട്ടുകാരനിൽ നീ വിശ്വസിക്കരുത്. നിന്റെ മാറിൽ ശയിക്കുന്നതായ ഭാര്യയെ നീ വിശ്വസിക്കരുത്. വീണ്ടും അവിടെ പറയുന്ന ഒന്നുണ്ട്, മകൻ അപ്പനെ നിന്ദിക്കുന്നു, മകൾ അമ്മയെ, മരുമക്കൾ അമ്മാവിയമ്മയെയും എതിർത്ത് നിൽക്കുന്നു. വിശുദ്ധ വേദ പുസ്തകത്തിൽ മുടിയനായ പുത്രന്റെ ഒരു കഥയുണ്ട്. ആമേൻ. അപ്പനോടുകൂടെ സ്നേഹം നടിച്ചിട്ട അപ്പന്റെ കയ്യിലിരുന്നത് മുഴുവനും എഴുതി വാങ്ങപ്പെടുന്നതായ ഒരു സഹോദരൻ. എന്നാൽ അപ്പനുള്ളത് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ മകനെ തിരിച്ചു കാത്തിരിക്കുന്ന ഒരു മകനീയ സ്നേഹം. അപ്പനോടൊപ്പം സ്നേഹമുണ്ട് എന്ന് പറയുന്നതായ ആമേൻ മകന് അപ്പനോട് വെറുപ്പുണ്ടാകുന്നു, തന്റെ സഹോദരനോടുകൂടെ വെറുപ്പുണ്ടാകുന്നു. ഇന്ന് പലപ്പോഴും പല സഹോദരങ്ങളും അപ്പനെയും അമ്മയെയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു അവർക്കുള്ളത് മുഴുവനും എഴുതി വാങ്ങി അനാഥാലയങ്ങളിൽ കൊണ്ട് ഉപേക്ഷിക്കുന്നതായ മക്കളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അമ്മയെ ശുശ്രൂഷിക്കാത്തതായ മക്കൾ, അമ്മായിയമ്മയെ സ്നേഹിക്കാത്തതായ മരുമക്കൾ. എന്നാൽ ഇവയിൽ നിന്നെല്ലാം യഹോവയായ ദൈവം ഇങ്ങനെ പറയുകയാ, അല്ലയോ സ്നേഹിത, നിന്റെ സ്നേഹം മനസ്സിലാക്കുവാൻ ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നീ ഒന്ന് തിരിഞ്ഞു നോക്കാം. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ എന്നെ സ്നേഹിപ്പാൻ ഒരു സ്നേഹിതനില്ല, ഒരയൽക്കാരനില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ബന്ധുക്കളില്ല. അങ്ങനെയെങ്കിൽ കർത്താവ് പറയുന്നു, മകനെ മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഭൂമിയിലുള്ളവരെല്ലാവരും സ്വസ്നേഹികളത്രേ. സ്വന്തം ലാഭം. ആമേൻ. എന്റെ അപ്പൻ എങ്ങനെ പോയാലും കൊള്ളാം, എന്റെ അമ്മ എങ്ങനെ പോയാലും കൊള്ളാം, എന്റെ സഹോദരങ്ങൾ എങ്ങനെ പോയാലും കൊള്ളാം, എന്റെ സഹോദരികൾ എങ്ങനെ പോയാലും കൊള്ളാം, ഞാൻ എന്റെ കുടുംബം എനിക്കുള്ളത് എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. ആമേൻ. വീണ്ടും പറയുന്നു, ആമേൻ. എതിർത്തു നിൽക്കും
മനുഷ്യരുടെ ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെ. ആമേൻ. നമ്മൾ ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കപ്പെടും. അതിൽ നമുക്ക് ശാന്തതയും ഉണ്ടാകും. എന്നാൽ ഭവനത്തിനകത്ത് ഭാര്യ എതിർക്കുമ്പോൾ, ഭർത്താവ് എതിർക്കുമ്പോൾ, അമ്മയും അപ്പനും കുറ്റപ്പെടുത്തുമ്പോൾ, സഹോദരങ്ങൾ നിന്നെ ഉപേക്ഷിക്കുമ്പോൾ, ഒന്ന് നീ ചിന്തിച്ചു നോക്ക, നിന്റെ ശത്രുവാരാ? നിന്നെ വേദനിപ്പിക്കുന്നവനാരാ? നിന്റെ കുടുംബക്കാർ തന്നെ. ഹല്ലേലൂയ. അതാ കർത്താവായ ക്രിസ്തു ഒരിക്കൽ ശിഷ്യന്മാരുമായി ഒരുമിച്ചിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ അമ്മയും സഹോദരങ്ങളും പുറത്തു വന്നിട്ട് ഒരുവനോടുകൂടെ പറഞ്ഞു, നിന്റെ സഹോദരങ്ങളും അമ്മയും നിന്നെ അന്വേഷിക്കുന്നു. യേശു കർത്താവ് അവിടെ പറയുന്നു, എന്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും എന്ന് പറയുന്നത് എന്റെ ഇഷ്ടം ചെയ്ത് പ്രവർത്തിക്കുന്നവനത്രേ എന്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും എന്ന്. ആമേൻ. എത്രയധികം സത്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേദനകളോടുകൂടെ ഭാരപ്പെട്ട് കണ്ണീരോടുകൂടെ ആയിരിക്കുമ്പോൾ എന്നെ സ്നേഹിപ്പാൻ ആരെങ്കിലും ഉണ്ടോ? യഥാർത്ഥ സ്നേഹിതനാരാ? യഥാർത്ഥ സ്നേഹിതൻ നിന്റെ ഇല്ലായ്മയിൽ സഹായിക്കുന്നവൻ. ഹല്ലേലൂയ. നിന്റെ ഇല്ലായ്മയിൽ ഒരു സഹോദരൻ നിന്റെ അടുക്കൽ വന്ന് ചോദിച്ചാൽ നിന്റെ കയ്യിൽ വച്ചിട്ട ഇല്ല എന്ന് നീ പറയരുത്. ഹല്ലേലൂയ. തിരികെ കിട്ടില്ല എന്ന് ചിലരും ചിന്തിച്ചിട്ടാണ് ആമേൻ സഹോദരൻ കൊടുക്കാൻ പഠിക്കും. ആമേൻ. തിരികെ തരാനില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നീ അവനെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ സ്നേഹം. ആമേൻ. തിരികെ ലഭിക്കത്തില്ല എന്ന് നിനക്കറിയാം, എങ്കിലും നിന്റെ കയ്യിലുള്ളതിനെ കൊടുത്ത് സഹായിക്കുന്നതാ ഏറ്റവും വലിയ സ്നേഹം. നിന്റെ സഹോദരൻ ദാരിദ്ര്യനായിരിക്കുകയാണ്. എന്താ ദാരിദ്ര്യം? മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ നിന്റെ സഹോദരന്റെ അടുക്കൽ ഇരുന്ന് ആമേൻ അവനോടുകൂടെ സംസാരിപ്പാൻ, അവനോടുകൂടെ സ്നേഹം പങ്കുവയ്ക്കുവാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം. സുഖനേ, നീ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ച ആമേൻ സുഖനായിരിക്കുന്ന വ്യക്തിയോടുകൂടെ സ്നേഹ സമ്പർക്കം ചെയ്യുന്നതല്ല യഥാർത്ഥ സ്നേഹം. മാനസികമായി ശാരീരികമായി തളർന്നിരിക്കുന്നവന്റെ അടുക്കൽ മനസ്സമാധാനം അവന് നീ പകർന്നു കൊടുക്കണം. ഹല്ലേലൂയ. ശാരീരികമായി സൗഖ്യമില്ല എങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങിയിരിക്കണം. ആമേൻ. മാനസികമായി ബലഹീനതയെ അനുഭവിച്ച് കണ്ണുനീരിന്റെ നടുവിലാണ് എങ്കിൽ ആശ്വാസം കൊടുക്കുന്നവനായിരിക്കണം യഥാർത്ഥത്തിൽ നീ സ്നേഹിതനെങ്കിൽ. ഞാനോ യഹോവയിലേക്ക് നോക്കും, അവൻ എനിക്ക് സമാധാനവും സന്തോഷവും എനിക്ക് നൽകും. ആമേൻ. 100-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, സകല ഭൂവാസികളുമായുള്ള യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു, അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. ഭൂമിയിലെ സകലതും മനുഷ്യന് യഥേഷ്ടം സ്വീകരിക്കുവാൻ തക്കവണ്ണം ദൈവം സകലതും ഒരുക്കി വച്ചിരിക്കുകയാണ്. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയുടെ സന്നിധിയിൽ സന്തോഷത്തോടുകൂടെ നീ കടന്നു വരിക. ആമേൻ. യഹോവയായ ദൈവം നിന്നെ സൃഷ്ടിക്കുകയും കാക്കുകയും പരിപാലിക്കുകയും ചെയ്തിട്ട് ആമേൻ സമൃദ്ധിയോടുകൂടെ വസിക്കുന്നു. ആമേൻ. ഇന്ന് ഞാൻ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ കാണുകയുണ്ടായി. പുല്ല് വളരുന്നു, പുല്ല് പക്ഷികൾക്കും മൃഗങ്ങൾക്കും കൊടുക്കാൻ പാടില്ല, അത് അതിന്റെ ഇഷ്ടത്തിന് വളരണം. ഇടയനായിരിക്കുന്ന ക്രിസ്തു ആടിനെ എടുത്തു വച്ചിരിക്കുന്നു. ആമേൻ. ഏതെങ്കിലും ഇടയൻ ആടിനെ എടുത്ത് വച്ചിരിക്കുമോ?
ഇടയന്മാരാരെങ്കിലും സ്നേഹിക്കുന്നതിനെ ഭക്ഷിക്കുമോ? വിശുദ്ധ വചനം പഠിച്ചു വരുമ്പോൾ കാണുന്നത് ഓരോന്നും ഓരോന്നിനെ ആശ്രയിച്ചിരിക്കുകയാണ്. മനുഷ്യന് ഭൂമിയിലുള്ള സകലത്തിന്റെ മേലും അധികാരവും ഭക്ഷിക്കുവാനും ഉപയോഗിക്കുവാനുമുള്ള അധികാരം ദൈവം നൽകിയത് കൊണ്ടാണ് മനുഷ്യൻ സകലത്തിന്റെ മേലും അധികാരം വച്ചിട്ട് സമൃദ്ധിയോടുകൂടെ ഈ ഭൂമിയിൽ വാസം ചെയ്യുന്നു. ആമേൻ. അടുത്ത ഭാഗത്തിൽ പറയുന്നു, അവന്റെ വാതിലുകൾ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങൾ സ്തുതിയോടും കൂടെ കടന്നു വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയുടെ ദയ ഈ ഭൂമിയുടെ അവസാനം വരെയും നമ്മെ കാത്തു പരിപാലിച്ച് സംരക്ഷിക്കും. അല്ലയോ ദൈവ മക്കളെ? ആമേൻ. പ്രവാചകനായ മീക ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഭൂമിയിൽ സ്നേഹമുള്ളവരാരെയും ഞാൻ കാണുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ പോലും ദൈവമക്കളെ സ്നേഹിക്കുന്നില്ല, സ്വന്തം സഹോദരങ്ങളെയും സ്നേഹിക്കുന്നില്ല. ആമേൻ. സ്നേഹിതനിൽ നീ വിശ്വസിക്കാതെ, കൂട്ടുകാരനിൽ ആശ്രയം വയ്ക്കാതെ, അപ്പൻ നിന്നെ വെറുക്കും, അമ്മയും നിന്നെ ഉപേക്ഷിക്കും. മക്കൾ അപ്പനോടും മകൾ അമ്മയോടും എതിർത്ത് നിൽക്കും. മരുമക്കൾ അമ്മായി അമ്മയെ വേദനിപ്പിക്കും. എന്നാൽ യഹോവയായ ദൈവം പറയുന്നു, ഭൂമിയിലെ മനുഷ്യരെല്ലാം സ്വസ്നേഹികളാകുന്നത് കൊണ്ട് നീ എന്നെ സ്തുതിച്ചു മഹത്വപ്പെടുത്ത. ഈ ഭൂമിയിൽ നിന്നെ വേദനിപ്പിച്ചവരുടെ മുമ്പിലെല്ലാം ഞാൻ നിന്നെ ഉയർത്തും. ഒരു സ്ഥലവും നീ പരിഹാസമായി തീരുകയില്ല, നിന്നയായി തീരുകയില്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ കടന്നു വരുവിൻ. അവൻ നിങ്ങളെ ബലപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.